ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് രാശിവശാൽ ഗ്രഹങ്ങളുടേതായ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിൽ മാറ്റിമറിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ്. അത് എല്ലാവരും തിരിച്ചറിയണമെന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. മേടം മുതൽ മീനം വരെയുള്ള രാശിക്കുള്ളിൽ സൂര്യൻ സഞ്ചാരം നടത്തിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് അറിയണം. ശുഭ അശുഭ ഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചാരം നടത്തുമ്പോഴുള്ള പ്രത്യേകതകളും കൂടി കണക്കിലെടുക്കണം നിങ്ങൾ. ശുഭഗ്രഹങ്ങൾക്കൊപ്പമാണ് അതിൻ്റേതായ ഒരു സഞ്ചാരമെങ്കിൽ അതിൻ്റേതായ പ്രഭാവം വളരെയധികം വർദ്ധിക്കുകയും, അശുഭ ഗ്രഹങ്ങൾക്കൊപ്പമാണ് സൂര്യൻ സഞ്ചാരം നടത്തുന്നതെങ്കിൽ അതിൻ്റേതായ പ്രഭാവം നമുക്ക് വളരെയധികം മോശകരമായി ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു കണക്ക് വരുന്നത്. ഇപ്പോൾ സൂര്യനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. സൂര്യൻ മേടം രാശിക്കുള്ളിൽ നിൽക്കുന്ന ഒരു ജാതകനാണെങ്കിൽ ഒരല്പം യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ ധനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യത്തിന് വരികയും അത് അതുപോലെ തന്നെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. സ്ഥായിയായ രീതിയിൽ പണം നമ്മുടെ കൈവശം നിൽക്കുന്ന ഒരു സാഹചര്യം. ആവശ്യത്തിന് വരും, അത് ചിലവായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും കണ്ടെത്തലുകൾ നടത്തണം എന്നുള്ള ഒരു സാഹചര്യമാണ് അവിടെ സൂര്യൻ്റേതായ പ്രഭാവത്തെ കണക്കാക്കുന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്ക്രൂ ഡ്രൈവറോ മറ്റെന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, അതായത് ആയുധം സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ശരി അറിഞ്ഞ് മാത്രമായിരിക്കും നിങ്ങളത് പ്രയോഗത്തിലേക്ക്. അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം സാമർത്ഥ്യശാലി ആയിരിക്കും നിങ്ങളൊക്കെയും. അതുപോലെ തന്നെ പേര്, പ്രശസ്തി, അംഗീകാരമൊക്കെ നിങ്ങൾക്ക് കിട്ടും. മറ്റുള്ളവരുടെ അവഗണനയ്ക്കൊക്കെ പാത്രമാവുകയും നമ്മൾ തനിച്ചിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളും സൂര്യൻ മേടം രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്താൽ ഉണ്ടാകും. ഇടവം രാശിക്കുള്ളിലാണ് സൂര്യൻ്റേതായ ഒരു സഞ്ചാരമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള സാമർഥ്യം ഉണ്ടാകും. അതായത് കലാപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെയധികം താല്പര്യപ്പെടും. അതുപോലെ തന്നെ മ്യൂസിക്കൽ സംബന്ധപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാൻ വളരെയധികം ആർജവമായ മനസ്സുണ്ടായിരിക്കും. കലാപരമായ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് ഉണ്ടാകും. അത് സാഹിത്യപരമായ രീതിയിലാണ്. ഏതൊരു കലാപരമായ സൃഷ്ടിയും നിങ്ങൾക്ക് ചെയ്യാൻ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പെർഫ്യൂമറി പോലുള്ള കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യുക, അതുപോലെ ടെക്സ്റ്റൈൽസ് സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുക, സ്റ്റിച്ചിങ് സംബന്ധപ്പെട്ട ഒരുപാട് ക്രിയേറ്റിവിറ്റിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ബിസിനസ് ചെയ്താൽ എന്ത് എന്നുള്ളൊരു തോന്നൽ അവിടെയാണ്. അത് അലങ്കാരഭൂഷിതമായ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും ക്രിയേറ്റിവിറ്റി മൈൻഡ് നൽകുകയും ചെയ്യും ഇടവം രാശിക്കുള്ളിലെ സൂര്യൻ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൽ വളരെയധികം മികച്ച രീതിയിൽ മുന്നേറാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് നൽകും. സ്ത്രീകളുടേതായ കാര്യത്തിലാണെങ്കിൽ അവരോട് വളരെയധികം ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ അടുത്തു കൂടുന്ന ഒരു പ്രഭാവമുണ്ട്. ഒരുമാതിരി ഒരു വെറുപ്പൊക്കെ വന്നെത്തുന്ന സാഹചര്യങ്ങളും സൂര്യൻ രണ്ടാം പടമായ ഇടവം രാശിയിൽ നിന്നാൽ ക്രിയേറ്റ് ചെയ്യും. മിഥുനം രാശിക്കുള്ളിലാണ് സൂര്യൻ്റേതായ സഞ്ചാരമെങ്കിൽ ഗണിതശാസ്ത്രത്തിലും അതുപോലെ തന്നെ ആസ്ട്രോളജിക്കൽ പോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം മികച്ച ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതായത് അറിവ് നേടുക എന്നൊരു ചിന്ത, ആ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്ന ഒരു ചിന്തയൊക്കെ ക്രിയേറ്റ് ആകും. അതിൽ ആർജവമായൊരു മനസ്സൊക്കെ പ്രാപ്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രപരമായ രീതിയിൽ എന്ത് കാര്യമാണെങ്കിലും ശരി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആർജവമായ ഒരു അറിവ് ക്രിയേറ്റ് ആവുകയും ആ ഒരു അറിവിനെ പ്രാപ്തമാക്കി മുന്നിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്കതുകൊണ്ട് ഉപകാരമൊന്നും ഉണ്ടായില്ലെങ്കിലും നിങ്ങളുടേതായ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് ധാരാളം ഉപകാരങ്ങൾ ഉണ്ടാവും മിഥുനം രാശിക്കുള്ളിൽ സൂര്യൻ നിന്നാൽ. കർക്കിടകം രാശിക്കുള്ളിൽ സൂര്യൻ്റേതായ ഒരു സഞ്ചാരത്തെ കണക്കാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഒരു കർമ്മം ചെയ്താലും അതിൻ്റേതായ ടൈമിങ് കൂടുതലായി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഒരു പ്രവൃത്തി ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അധിക സമയം ജോലി ചെയ്യേണ്ട സാഹചര്യവും അതിനനുസരിച്ചുള്ള ഫലം നമുക്ക് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവിടെ കർക്കിടകം രാശിയിൽ സൂര്യൻ നിൽക്കുന്ന വ്യക്തികൾക്ക് വന്നെത്തുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ. അതായത് വരും വരായികളെ നോക്കാതെ എന്തിലും ഏതിലും ചെയ്താൽ കൊള്ളാം, അത് ആണ് ശരി എന്ന് ചിന്തിച്ച് എടുത്തു ചാടുന്ന ഒരു പ്രവണതയും നിങ്ങളിലേക്ക് അഗ്രസീവ് മോഡ് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത്തരം എടുത്തുചാട്ടങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ധനപരമായ രീതിയിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യും ഈ കർക്കിടകം രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്ന ജാതകർക്ക്. ചിങ്ങം രാശിക്കുള്ളിലാണ് സൂര്യൻ്റേതായ സഞ്ചാരമെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് അധികം ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും.
അതായത് മലമുകളിലൊക്കെ പോവുക, അത്തരം ഇടങ്ങൾ സന്ദർശിക്കുക, ദേവാലയങ്ങൾ ഉയർന്ന ഇടങ്ങളിലുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കുക, കൈലാസം പോലുള്ള ഇടങ്ങളിലൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുക, ഉയർന്ന പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ ആഗ്രഹിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഈ ചിങ്ങം രാശിക്കുള്ളിൽ സൂര്യൻ നിലകൊണ്ടാൽ. എന്ത് കാര്യത്തിലും വളരെയധികം അഗ്രഗണ്യനായ വ്യക്തികൾ ആയിട്ടായിരിക്കും അപാരപ്പെട്ട ബുദ്ധി സാമർഥ്യം, കഴിവ്, എനർജി ഇതൊക്കെ നിങ്ങളിലേക്ക് അഞ്ചാമിടത്തും ആയ ഈ ചിങ്ങം രാശിക്കുള്ളിൽ സൂര്യൻ നിലകൊണ്ടാൽ, ജാതകത്തിൽ നിലകൊണ്ടാൽ നിങ്ങൾക്ക് വന്നെത്തുന്ന സാഹചര്യമുണ്ട്. കന്നി രാശിക്കുള്ളിലാണ് നിങ്ങൾക്ക് സൂര്യൻ നിലകൊള്ളുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ശരീരഘടന എന്ന് പറയുമ്പോൾ സ്ത്രീകളുടേതുപോലെയുള്ള ഒരു ശരീരഘടനയൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കും. ആ ഒരു പ്രോസസ്സിലായിരിക്കും നിങ്ങളുടേതായ ഒരു പ്രവർത്തനങ്ങളൊക്കെയും മറ്റുള്ളവർ വിലവയ്ക്കുക. കാരണം നിങ്ങൾക്ക് പൊടുന്നനെ ദുഃഖമുണ്ടാവുക, കണ്ണുനീര് വരിക, കഷ്ടപ്പാടുകളൊക്കെ വരിക, എന്തെങ്കിലും പെട്ടെന്ന് കേട്ടാൽ കരച്ചിൽ വരിക, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെയും നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം കന്നി രാശിക്കുള്ളിൽ സൂര്യൻ നിലകൊണ്ടാൽ സംഭവിക്കും. കലാപരമായ കാര്യങ്ങളിലൊക്കെയും വളരെയധികം മികച്ച മുന്നേറ്റമായിരിക്കും കന്നി രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്നവർക്ക്. അതുപോലെ കണക്കുകൾ സംബന്ധപ്പെട്ട കാര്യത്തിലും വളരെയധികം കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മനസ്സും ഇവിടെ പ്രാപ്തമാകും. അക്കൗണ്ടിങ് സംബന്ധപ്പെട്ട ജോലിയിലൊക്കെയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെങ്കിൽ അതിലൊക്കെ വളരെയധികം കൃത്യത പാലിക്കാനൊക്കെ കഴിയും. അതുപോലെ സാഹിത്യപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റിവിറ്റി മൈൻഡ് ഇപ്പോൾ തന്നെ AI ടെക്നോളജീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ രാശിയിൽ സൂര്യൻ നിൽക്കുന്നവരായിരിക്കും ഏറ്റവും അധികം ക്രിയേറ്റിവിറ്റി മൈൻഡോട് കൂടിയുള്ള ചില കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അതൊക്കെ വളരെ നല്ലത് തന്നെയാണെങ്കിലും സൂര്യൻ്റേതായ ആ ഒരു കണ്ണുനീർ ഭാവം നിങ്ങളിലേക്ക് ക്രിയേറ്റ് ആവും. തുലാം രാശിക്കുള്ളിലാണ് സൂര്യൻ നിലകൊള്ളുന്നതെങ്കിൽ നമുക്കൊരല്പം മദ്യപാനത്തിനോടൊക്കെ ഒരു ആസക്തി, പുകവലിക്കുന്നതിനോടുള്ള ഒരു ആസക്തിയൊക്കെ നമ്മൾക്ക് വന്നെത്തും. അതുപോലെ തന്നെ നിജമായ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സൂര്യൻ നിങ്ങളെ പ്രേരിപ്പിക്കും. അതായത് ഓരോ വ്യക്തിയോട് ഇടപഴകുമ്പോൾ ആ വ്യക്തിയുടേതായ ആ ഒരു നല്ലതോ ചീത്തയോ എന്ന കാര്യങ്ങൾ നോക്കാതെ തന്നെ കൂട്ടുകൾ കൂടി പോകുന്ന ഒരു സാഹചര്യം, പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന സാഹചര്യങ്ങളൊക്കെയും തുലാം രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്ന ജാതകനാണെങ്കിൽ വന്നെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് മാതാപിതാക്കളൊന്നും പറയുന്നത് കേൾക്കാത്ത ഒരു സാഹചര്യങ്ങളും അവിടെ വന്ന് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും. തുലാം രാശിക്കുള്ളിൽ തന്നെ ആ സൂര്യൻ്റെ പ്രഭാവം കണക്കിടുമ്പോൾ നമുക്ക് ഡ്രഗ്സ് സംബന്ധപ്പെട്ട രീതിയിലോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളുമായിട്ടൊക്കെ ഇടപഴകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അനോണിമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അതറിയാത്ത രീതിയിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പിന്നീട് നിങ്ങൾക്ക് തന്നെയായിരിക്കും വിനയായിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ തുലാം രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്ന ജാതകനാണെങ്കിൽ കൃത്യമായിട്ടും അത്തരം കാര്യങ്ങളെ വളരെയും ശ്രദ്ധാപൂർവം തന്നെ കൈകാര്യം ചെയ്ത് പോകണം. പ്രശ്നങ്ങൾ നമ്മൾ തേടണ്ട, നമ്മളെ തേടി വരും, നമ്മൾ അതിൻ്റെ ഒപ്പം പോകുമെന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്ക് പോകാതിരിക്കുക. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എങ്കിൽ തന്നെയും അത് മുതിർന്ന വ്യക്തികളിലേക്ക് ചില ഡോക്യുമെൻറ്റേഷൻ സംബന്ധപ്പെട്ട കാര്യങ്ങൾ, കമ്മീഷൻ പോലുള്ള ചില അനധികൃതമായ തട്ടിപ്പ് സംഘങ്ങൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇടപെട്ട് പോകേണ്ട സാഹചര്യങ്ങളെ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒപ്പം നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ ചിന്തകളെ കൂടി കണക്കിലെടുക്കണം. ശുഭഗ്രഹങ്ങളുടേതായ സാന്നിധ്യം അല്ലെങ്കിൽ ദൃഷ്ടി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രോസസ്സുകൾ അവിടെ കാഠിന്യം കുറയുമെന്നല്ലാതെ പ്രശ്നം വരാതിരിക്കുകയില്ല. വൃശ്ചികം രാശിക്കുള്ളിലാണ് സൂര്യൻ്റേതായ സഞ്ചാരം ഉള്ളത് എങ്കിൽ നമുക്ക് ആയുധം സംബന്ധപ്പെട്ട കാര്യത്തിൽ അഗ്രഗണ്യനായിരിക്കും. അതായത് പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കും. ക്രൂരമായ മനോഭാവമായിരിക്കും. അക്രമ സ്വഭാവം നമ്മളിലേക്ക് വന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാതെ ഒരു കാര്യം വീട്ടിലുള്ളവർ ചെയ്താൽ വളരെയധികം ദേഷ്യം വരും. അത് ആരോടാണെങ്കിലും ദേഷ്യം വരുന്ന സാഹചര്യത്തെ സൂര്യൻ അവിടെ പ്രഭാവം ചെയ്യും. അതുകൊണ്ട് തന്നെ അക്രമ സ്വഭാവം വരിക, മർദ്ദിക്കുക, മർദ്ദനം ഉണ്ടാക്കുക, തല്ലുണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ്. പെട്ടെന്ന് ദേഷ്യത്തെ കൊണ്ടുവരും. ചൊവ്വയുടെ വീടാണ് വൃശ്ചികം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിൽ വളരെയധികം അഗ്രസീവായ ഒരു മോഡ് തന്നെ ആയിരിക്കും. ഇവിടെ ഭാര്യയോടോ മക്കളോടോ കുടുംബത്തിലുള്ളവരോടോ ഒക്കെയും നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് ഇത് തന്നെയായിരിക്കും. അവർ പറയുന്നത് കേൾക്കാൻ മനസ്സുണ്ടാവില്ല. നമ്മൾ പറയുന്നത് കേൾക്കണമെന്ന ചിന്ത അവിടെ ക്രിയേറ്റായി കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനം അവിടെ വരും. അതേപോലെ തന്നെ ആ രാശിക്ക് ഉള്ളിലെ സൂര്യൻ്റേതായ മറ്റു പ്രഭാവം നമ്മൾ ഈ മെഡിസിൻ സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ആയുർവേദം അതായത് ഈ മരുന്നുമായിട്ട് മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവിടെ വരുമെന്നാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മളതിൽ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇവിടെ സൂര്യനെ കൊണ്ട് ചിന്തിക്കാം. ധനു രാശിക്കുള്ളിലാണ് സൂര്യൻ്റെ സഞ്ചാരം എങ്കിൽ വളരെ അധികം കർശനമായ ഒരു സ്വഭാവ സവിശേഷത, അതായത് കാർക്കശ്യമുള്ള ഒരു സ്വഭാവമായിരിക്കാം. ഇത് മതി എന്ന് പറഞ്ഞാൽ അത് മതി എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് എന്ന രീതിയിലുള്ള കർശനമായ വാക്കുകളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രവഹിക്കുന്നത് എന്നുള്ളതാണ്.
ധനുരാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ ക്ലേ മോഡലിംഗ് അങ്ങനെ മോഡലിംഗ് സംബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടൊക്കെ വളരെയധികം താല്പര്യവും ആ ചിന്താഗതികളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. എന്തെങ്കിലും ക്രിയേറ്റിവിറ്റിയോടുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ചിന്താഗതിയൊക്കെ അവരിലേക്ക് വരും. മറ്റുള്ളവരുടേതായ ആശീർവാദങ്ങൾക്കും നല്ല വാക്കുകൾക്കുമൊക്കെ പാത്രഭവിക്കും എന്നുള്ളതും കൂടി ഒരു നല്ല കാര്യമായിട്ടാണ് കണക്കാക്കുക. പല വിധത്തിലും പല കർമ്മങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ധനമുണ്ടാക്കാനുള്ള ഒരു മോഹം ക്രിയേറ്റ് ആവുകയും അതിലൂടെ പണം സമ്പാദിക്കാനുള്ള മാർഗ്ഗങ്ങളെയും നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. നിങ്ങൾ ഇടപെടുന്ന വ്യക്തികളാൽ മറ്റുള്ള പുതിയ പുതിയ കോൺട്രാക്റ്റുകളും അല്ലെങ്കിൽ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള വഴികളും തുറന്നു കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് വളരെയധികം ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് തന്നെയായിരിക്കും മാറുക. പക്ഷേ നിങ്ങളുടെ ആ ഒരു കാർക്കശ്യമായ സ്വഭാവം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അത് മറ്റൊരു രീതിയിലും എടുക്കാം. നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായ രീതിയിൽ ചെയ്ത് തീർക്കുന്ന ഒരു വ്യക്തിയായിട്ടും പരിഗണിക്കാം. മറ്റു ഗ്രഹങ്ങളുടേതായ ദൃഷ്ടിയോ അല്ലെങ്കിൽ മറ്റ് അശുഭ ഗ്രഹങ്ങളുടേതായ ഒരു സാന്നിധ്യത്തിലോ ആണെങ്കിൽ നമുക്ക് വിരുദ്ധമായ കാര്യങ്ങളും സംഭവിക്കാം. മകരം രാശിക്കുള്ളിലാണ് സൂര്യൻ്റെ സഞ്ചാരഗതി എങ്കിൽ നമുക്ക് ഒന്നിനോടും വലിയ രീതിയിലുള്ള താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആരും നശിച്ചു പോയാലും നമുക്കൊരു വിഷയവും ഇല്ല എന്നൊരു ചിന്താഗതിയായിരിക്കും നമുക്കവിടെ പ്രസ്തുത. സ്വന്തം കാര്യം ചിന്താബോധം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ചെയ്യും. നീചമായ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യം. ഇത് മറ്റുള്ളവർ അറിയാതിരിക്കാനും അതിൻ്റേതായ രീതിയിൽ മുന്നിൽ പോകാനും പരിശ്രമിക്കുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മകരം രാശിക്കുള്ളിൽ സൂര്യൻ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് വലിയ രീതിയിലുള്ള അറിവും കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല. കേട്ട പാടെ എടുത്തു ചാടി ഓരോ കാര്യങ്ങളിലേക്ക് പെട്ട് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ വരിക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ബുദ്ധി തന്നെയായിരിക്കും ഏറ്റവും മികച്ചത് എന്ന ചിന്താഗതി അവിടെ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കും. അതേപോലെ മോശമായ പല സാധനങ്ങളും വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു സാഹചര്യം. ചിലരൊക്കെ ആക്രി പെറുക്കുക എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അത്തരം കാര്യങ്ങൾ എന്ത് കിട്ടിയാലും എടുത്ത് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും. ശുഭാശുഭ ഗ്രഹങ്ങളുടേതായ ചിന്തകൾക്കും അല്ലെങ്കിൽ അത് നിങ്ങളുടെ രാശിക്കുള്ളിൽ ഇരിക്കുന്നതിനനുസരിച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്ക് വ്യത്യസ്തതകൾ കാഠിന്യം കുറയുമെന്നല്ലാതെ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് അല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഒരു വയസ്സിൽ നമുക്ക് ഏതെങ്കിലും ഒരു വയസ്സിൽ നമുക്കത് വന്നിരിക്കും. ഇപ്പോൾ കുംഭം രാശിക്കുള്ളിലാണ് സൂര്യൻ്റേതായ പ്രഭാവം ഉള്ളത് എങ്കിൽ നമുക്ക് മക്കളെ പിരിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിൽ പോയി ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ പിണങ്ങി മാറിയിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ 50 വയസ്സായിട്ട് നമുക്കൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും നമുക്ക് 50 വയസ്സിന് ശേഷം മക്കളെയൊക്കെ പിണങ്ങി പോകേണ്ട സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും. എങ്ങനെയെങ്കിലും ധനമുണ്ടാക്കണമെന്നുള്ളൊരു മോഹവും നമ്മളിലേക്ക് കൊണ്ടെത്തിച്ചു തരും ഈ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം. ഏതെങ്കിലും വഴിക്ക് കാശുണ്ടാക്കുക. പക്ഷേ ഏത് വഴിക്ക് കാശ് വന്നാലും വന്ന വഴിക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ധനം സ്ഥായിയായി നിൽക്കില്ല. ദരിദ്രം അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് വന്നെത്തും. ഇവിടെ നമുക്ക് ഉചിതമായത് ആണോ ഉചിതമല്ലാത്തതാണോ എന്നൊന്നും ചിന്തിക്കില്ല ഓരോ പ്രവർത്തികളും ചെയ്യുമ്പോൾ. ഇത് എനിക്ക് പ്രശ്നമുണ്ടാകുമോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലയോ എന്നൊന്നും ചിന്തിക്കില്ല. ഡയറക്റ്റായിട്ട് ഇറങ്ങുക തന്നെ നിങ്ങളുടേതായ ഒരു പ്രവർത്തനമായിട്ട് വരും. ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിലൂടെ ഇടപെടുകയും പിന്നീട് പ്രശ്നങ്ങളെ നേരിടുകയും ചെയ്യും സൂര്യൻ കുംഭം രാശിക്കുള്ളിൽ നിലകൊണ്ടാൽ. മീനം രാശിയിലാണ് സൂര്യൻ്റേതായ നില എങ്കിൽ നിങ്ങൾക്ക് ജലവുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊരു മത്സ്യ കച്ചവടം അതുപോലെ ആ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് അതിലൂടെ ധാരാളം ധനം സമ്പാദിക്കാനൊക്കെ നിങ്ങളെ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങളോട് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെയും വളരെയധികം മതിപ്പും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു രാശിക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രഭാവത്തെ കാട്ടാനായിട്ട് കഴിയില്ല. ആർജവമായ ഒരു ഭാവം നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. സൂര്യൻ്റെ ബലം അനുസരിച്ച് 30 ഡിഗ്രിക്കുള്ളിലാണ് ഒരു നക്ഷത്ര പാദത്തിനുള്ളിൽ നിൽക്കുന്നത് എങ്കിൽ അതിൻ്റേതായ പ്രഭാവം അത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് 29 ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രിക്കുള്ളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല രീതിയിലുള്ള ഫലവും അനുഭവിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഏതൊരു രീതിയിൽ ഇറങ്ങിയാലും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ വിദേശത്തു നിന്നുള്ള ആ ലിക്വർ പോലുള്ള ബിസിനസ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ ജോലി കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഡ്യൂട്ടി ഫ്രീ പോലുള്ള ഇടങ്ങളിലൊക്കെ ജോലി കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ജലവുമായി ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ ലിക്വിഡുമായി ബന്ധപ്പെട്ട ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് തൊഴിൽ ചെയ്ത് ധനമുണ്ടാക്കാനുള്ള സാഹചര്യത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യും ഈ മീനം രാശിയിലുള്ള സൂര്യൻ. അപ്പോൾ 12 രാശികൾക്കുള്ളിൽ സൂര്യൻ നിലകൊണ്ടാൽ ഇത് ഇങ്ങനെയാണ്. എന്നാൽ ഒപ്പം നിൽക്കുന്ന ഗ്രഹം ശുഭഗ്രഹമാണോ അശുഭഗ്രഹമാണോ എന്നതിനെ അനുസരിച്ച്
ഇതിൻ്റേതായ ഫലത്തിനും വ്യത്യാസം കാഠിന്യങ്ങൾ കുറയുകയും കൂടുകയും ചെയ്യുന്ന സാഹചര്യം. എന്തായാലും നമുക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ വഴിയിൽ തങ്ങില്ല, വരിക തന്നെ ചെയ്യും. അതിൻ്റേതായ രീതിക്കുള്ള കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ഇതൊരു തിരിച്ചറിവ് മാത്രമാണ്. ആ ഒരു ഭാവത്തിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ മാറ്റം വരുത്തണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞത്. എല്ലാവർക്കും മറ്റൊരു വീഡിയോ വരുന്നത്, അതായത് ഇനി അടുത്തത് ചന്ദ്രൻ 12 രാശികൾക്കുള്ളിൽ നിന്നാൽ എങ്ങനെയാണ് എന്നുള്ള ഫലം. ജാതകവശാലുള്ള എന്തെങ്കിലും അറിവുകൾ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ജാതക പരിശോധനയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുവഴിയുള്ള ഫലമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് വാങ്ങി തന്നെയാണ് ജാതക പരിശോധനയൊക്കെ നടത്തുന്നത്. ഫ്രീ ആയിട്ട് ആർക്കും തന്നെ ഒരു പരിശോധനയില്ല. കാരണം അത്രത്തോളം സമയമെടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അടുക്കൽ നിങ്ങൾക്കുള്ള ആസ്ട്രോളജറെ കണ്ട് ജാതകത്തിലുള്ള പരിഹാരത്തെയൊക്കെ കേട്ട് മനസ്സിലാക്കി അതിൻ്റേതായ രീതിക്ക് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. അരികിലുള്ളവർ തന്നെയാണ് ഏറ്റവും അധികം മികച്ച് നിൽക്കുക. എപ്പോഴും നമുക്ക് അരികിലുള്ളവരാണ് നമ്മളെ സഹായിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അരികിലുള്ള ആസ്ട്രോളജറെ കണ്ട് നിങ്ങളുടെ ജാതകത്തിലുള്ള പ്രശ്നങ്ങളെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക.